ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ESIയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി തട്ടിപ്പ്. KMML താൽക്കാലിക ജീവനക്കാരനായ മുഹമ്മദ് ബിലാലാണ് തട്ടിപ്പിനിരയായത്. ESI അടച്ചുള്ളതായുള്ള വ്യാജരേഖ കരാറുകാരൻ നിർമ്മിച്ചു. KMML നടത്തിയ അന്വേഷണത്തിൽ വ്യാജരേഖ ചമച്ചതായി കണ്ടെത്തി. അമൃത ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയത് എന്നും കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, എങ്ങനെയാണ് ഈ തട്ടിപ്പരങ്ങേറിയത്? അതായത് മാധു, ഈ KMML താൽക്കാലിക ജീവനക്കാരൻ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ബിലാലാണ് തട്ടിപ്പിനിരയായത്. ഇദ്ദേഹം KMML താൽക്കാലിക ജീവനക്കാരനാണ്. ഇദ്ദേഹം ജോലിക്ക് കയറുന്ന ഘട്ടത്തിൽ ESI ഉൾപ്പെടെ ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് ഇയാളിൽ നിന്ന് പണവും മാസം വാങ്ങിയിരുന്നു, രേഖകളും നൽകിയിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മാതാവിന് ചില അസുഖങ്ങളുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ എത്തിയ ഘട്ടത്തിൽ ആണ് ഈ ESI ക്ലെയിം ചെയ്യാനുള്ളൊരു നീക്കം നടത്തിയത്. ആ ഘട്ടത്തിലാണ് ഇത് വ്യാജ ESI ആണ്, ഇങ്ങനൊരു ESI ഇല്ല എന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നത്. പിന്നീട് ESI ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെല്ലുകയും KMML ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം, ഇദ്ദേഹത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു തട്ടിപ്പ്, വ്യാജ ESI ഒരു താൽക്കാലിക തൊഴിലാളിയുടെ പേരിൽ നിർമ്മിച്ചിരിക്കുന്നു എന്നൊരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. ആ കണ്ടെത്തലിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഈ അമൃത ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് KMMLന്റെ കണ്ടെത്തൽ. എന്തായാലും ഈ ജീവനക്കാരന്റെ പരാതിയിലാണ് KMML ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു റിപ്പോർട്ട്, അതായത് തട്ടിപ്പ് നടന്നു, അതായത് ഒരു താൽക്കാലിക ജീവനക്കാരന്റെ പേരിൽ ESI ഉണ്ടാക്കി അയാളിൽ നിന്ന് കൃത്യമായി മാസം പണം തട്ടിക്കൊണ്ട് ഒരു സംഘടിതമായ ഒരു തട്ടിപ്പ് നടന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും KMML തന്നെ അംഗീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വളരെ ഗൗരവകരമായ കാര്യമാണ്. കാരണം തൊഴിലാളികൾ കൂടുതലുള്ള KMMLൽ ഒരു തൊഴിലാളിയുടെ പേരിൽ എങ്ങനെ ആർക്കൊക്കെ ഇങ്ങനെ വലിയ സ്വാധീനമില്ലാതെ എങ്ങനെ ESIയുടെ പേരിൽ ഇത്തരത്തിൽ വ്യാജ ഇതുണ്ടാക്കി തട്ടിപ്പ് നടത്താനാവുന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കൂടുതൽ തൊഴിലാളികൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലൊക്കെ തന്നെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്, ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും പുറത്തു വരുന്നത്. കൊല്ലത്തെ KMMLൽ താൽക്കാലിക ജീവനക്കാരനെ വ്യാജ ESI രേഖയുണ്ടാക്കി തട്ടിയിരിക്കുന്നു. അയാളുടെ മാതാവിന് അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയ സമയത്താണ് ഈ വലിയൊരു തട്ടിപ്പ് ആ പാവപ്പെട്ട മനുഷ്യൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മാതാവിന് ചികിത്സ പോലും നൽകാതിരിക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് നടക്കുന്നത്. ആ അന്വേഷണത്തിലാണ് മാസങ്ങളായി തന്നിൽ നിന്ന് പണം വാങ്ങിയത്, അത് തട്ടിപ്പിന്റെ ഭാഗമായാണ്. ആ പണമൊന്നും ESI കോർപ്പറേഷനിൽ എത്തിയിട്ടില്ല എന്ന് ഈ ജീവനക്കാരൻ തിരിച്ചറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് KMML അന്വേഷണം നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ എന്തായാലും റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. മാധു, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.